പ്രിയങ്കരമാണ് അക്ഷരാർത്ഥത്തിൽ. പ്രിയപ്പെട്ട പ്രിയദർശിനി, യാത്രക്കാർ വളരെ ഹാപ്പിയാണ്. സ്വകാര്യ ബസ്സുകൾക്ക് സങ്കടമുണ്ടെങ്കിലും അതിനേക്കാൾ വലിയൊരു ഭാഗം യാത്രക്കാരെ സംബന്ധിച്ച്, സാധാരണ മനുഷ്യരെ സംബന്ധിച്ച് വലിയ ആശ്രയമായി മാറിയിരിക്കുകയാണ് പ്രിയദർശിനി പദ്ധതി എന്ന കാര്യത്തിൽ സംശയമില്ല. അതേസമയം തന്നെ സ്വകാര്യ ബസ് ഉടമകൾ ജീവനക്കാർ നേരിടുന്ന പ്രതിസന്ധി പരിഹരിക്കപ്പെടേണ്ട അനിവാര്യതയുമുണ്ട്. അതേക്കുറിച്ച് സർക്കാർ ഇപ്പോൾ പഠിച്ചുകൊണ്ടുവരികയാണ്. വസന്ത് സുരേഖ് തെങ്ങുംപള്ളി, കോൺഗ്രസ് നേതാവ് നമുക്കൊപ്പം, ഒപ്പം ടി ഗോപിനാഥൻ, സ്വകാര്യ ബസ് ഉടമ അസോസിയേഷന്റെ പ്രതിനിധി നമുക്കൊപ്പം ഈ ചർച്ചയിലുണ്ട്. ആദ്യം ശ്രീ വസന്തിലേക്ക്. വസന്ത്, ഒരു മാസം പിന്നിടുകയാണ്. സാധാരണ നിലയിൽ തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ നടപ്പാക്കാനുള്ളതല്ലല്ലോ എന്നതാണല്ലോ നമ്മുടെ നാട്ടിലെ സാധാരണ ഒരു കീഴ്വഴക്കമായി എപ്പോഴും പറയുന്നത്. പക്ഷേ ഞങ്ങൾ പറഞ്ഞതെല്ലാം നടപ്പാക്കും എന്ന് മുഖ്യമന്ത്രിയായ ശേഷം വി ഡി സതീശൻ വീണ്ടും ആവർത്തിച്ച് പറയുന്നുണ്ടായിരുന്നു. സർക്കാരിൻ്റെ ഗ്യാരണ്ടി പദ്ധതികൾ നടപ്പാക്കി തുടങ്ങുകയും ചെയ്തു. അതിൻ്റെ തുടക്കത്തിൽ തന്നെ പ്രിയദർശിനി പദ്ധതി നടപ്പാക്കുകയും ചെയ്തു. പ്രിയദർശിനി പദ്ധതി വന്നപ്പോൾ തന്നെ എല്ലാ ബസ്സിലും ഇല്ലല്ലോ എന്ന് തുടങ്ങി വലിയ ആക്ഷേപമുണ്ടായിരുന്നു. പ്രായമായ എല്ലാവർക്കും, സ്ത്രീകളല്ല മറ്റുള്ളവർക്കും ഇല്ലല്ലോ എന്ന ആക്ഷേപവും പരാതിയും ഒക്കെ ഉന്നയിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഒരു മാസം പിന്നിടുമ്പോൾ സ്ത്രീകളുടെ യാത്രാ നിരക്ക് എടുത്താൽ വലിയ തോതിൽ പ്രതീക്ഷിച്ചേക്കാൾ വലിയ വർധനവുണ്ടായിട്ടുണ്ട്. എങ്ങനെയാണ് ഒരു മാസത്തെ വിലയിരുത്തുക? അല്ല, അങ്ങയുടെ തന്നെ ഇൻട്രോയിൽ സൂചിപ്പിക്കുന്നത് പോലെ പ്രിയദർശിനി പ്രിയമേറി മാറിയിട്ടുണ്ട് കേരളത്തിലാകെ എന്നുള്ളതാണ് യാഥാർത്ഥ്യം, ശ്രീ രതീഷ്. കാരണം കേരളത്തിലെ സാധാരണക്കാരായിട്ടുള്ള വീട്ടമ്മമാർക്ക്, ദിവസവേതനത്തിന് ജോലിക്ക് പോകുന്നവർക്ക്, മാസം 15,000-ൽ താഴെ മാത്രം വരുമാനം, ഇപ്പോ സെയിൽസിൽ നിൽക്കുന്നവർ, ടെക്സ്റ്റൈൽ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ, അങ്ങനെയുള്ള സാധാരണക്കാരായ വീട്ടമ്മമാരുണ്ട്. അവരെ സംബന്ധിച്ച് വലിയ ആശ്വാസമാണ്. കാരണം എന്താ, അവർക്ക് ഒരു മാസം കുറഞ്ഞത് ഒരു 3,000 രൂപയെങ്കിലും സേവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. 3,000 തൊട്ട് 5,000 വരെ എന്നുള്ളതാണ് എക്സ്പേർട്ടുകൾ കണക്ക് പറയുന്നത്. ആ പൈസ എവിടേക്ക് എത്തുക? ആ പൈസ ഒന്നെങ്കിൽ സർക്കാർ തന്നെ മുമ്പോട്ട് വെക്കുന്നത് പോലെ KSF-യുടെ അടക്കമുള്ള ചിട്ടികളുണ്ട്, അല്ലെങ്കിൽ അത് മാർക്കറ്റിലേക്കാണ് എത്തുന്നത്. ശരിക്കും ഇതിന്റെ പിന്നിൽ ഒരു എക്കണോമിക്സ് ഉണ്ട്. വെറുതെ ഒരു ഫ്രീസ് കൊടുത്ത് സർക്കാർ കൈയും കെട്ടി മാറി നിൽക്കുകയല്ല, സർക്കാരിനൊരു ബേർഡൻ ഉണ്ടാക്കിയല്ല. സർക്കാർ പൊതുഖജനായിൽ നിന്ന് ഈ പറയുന്ന പ്രതിമാസം 100-200 കോടി കയറുമ്പോൾ ആ പൈസ സാധാരണക്കാരുടെ കയ്യിലേക്ക് എത്തുകയാണ്. ആ കയ്യിലെത്തുന്ന പൈസ മാർക്കറ്റിലേക്ക് എത്തും. അങ്ങനെ മാർക്കറ്റിൽ ഒരു മൂവ്മെന്റ് ഉണ്ടാവും. ആ മൂവ്മെന്റ് വിലക്കയറ്റം അടക്കമുള്ള വിഷയത്തെ പിടിച്ചു കെട്ടുന്നതിൽ വലിയ സ്വാധീനം ചെലുത്തും എന്നുള്ളതാണ് ഞങ്ങളുടെ പഠനം. ആ പഠനത്തിന്റെ പുറത്താണ് ഇപ്പൊ കർണാടകയിലാവട്ടെ, തെലുങ്കാനയിലാവട്ടെ, അങ്ങനെ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലാകെ ഈ പദ്ധതി നടപ്പിലാക്കി ഞങ്ങൾ മുമ്പോട്ട് പോകുന്നത്. കേരളത്തിലും അങ്ങ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ വെറുതെ വാക്കുകൊടുത്ത് പിന്മാറുന്ന ഒരു നയമല്ല കേരളത്തിലെ UDF സർക്കാരോ അതിന് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസോ എടുത്തിരിക്കുന്നത്. ഞങ്ങൾ പറഞ്ഞ വാക്കുകളിൽ, കൊടുത്ത ഇന്ദിരാ ഗ്യാരണ്ടികളിൽ ഏതാണ്ട് ബഹുഭൂരിപക്ഷവും തന്നെ മന്ത്രിസഭാ യോഗം തന്നെ പരിഗണിക്കുകയും നടപ്പിലാക്കുകയും ചെയ്തു. ഇപ്പോൾ നിങ്ങളുടെ അവിടെ നിന്നുള്ള റിപ്പോർട്ട് തന്നെ എത്രയോ സ്ത്രീകളാണ് പറയുന്നത്, ഇപ്പൊ സ്കൂളിൽ, കോളേജിൽ പോകുന്ന പെൺകുട്ടികൾ അവർക്ക് പൂർണ്ണമായും സൗജന്യമാക്കി കൊടുക്കുകയാണ്. ഇപ്പൊ ST ഉണ്ട് എന്നൊക്കെ നമുക്ക് പറഞ്ഞാൽ ചില മേഖലകളിലേക്കൊന്നും ഈ പറയുന്ന KSRTC മാത്രമേ ലഭ്യമായിട്ടുള്ളൂ. അവിടേക്കൊക്കെ പോയി ഡെയിലി യാത്ര ചെയ്യുന്ന സ്ത്രീകളുണ്ട്. ആ ഡെയിലി യാത്ര ചെയ്യുന്ന സ്ത്രീകളെ സംബന്ധിച്ച് വലിയ ആശ്വാസമാണ്. അതിനൊക്കെ അപ്പുറത്ത് സ്ത്രീകൾ സൗജന്യ യാത്ര കിട്ടിയതോടുകൂടി അടുത്തുള്ള ഈ പറയുന്ന ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ, പ്ലേസുകൾ ഒക്കെ വിസിറ്റ് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. വീട്ടിൽ അടുക്കളയിൽ മാത്രം ഒതുങ്ങി കൂടിയാൽ മതി സ്ത്രീ എന്നുള്ളൊരു ചിന്തയ്ക്കപ്പുറത്തേക്ക് അവർക്ക് അവരുടെ സ്വന്തം കാലിൽ നിൽക്കാൻ, ഇനി അഥവാ വരുമാനം ഇല്ലെങ്കിൽ പോലും അവർക്കൊരു ചെറിയ യാത്ര ചെയ്യണമെങ്കിൽ, അവർക്കൊരു യാത്ര ചെയ്യണമെങ്കിൽ അത് പബ്ലിക് സർവീസായി മാറുന്ന, പബ്ലിക് ബേർഡനായി മാറുന്ന ഒരു സംവിധാനമുണ്ട്. അതൊരു പോസിറ്റീവ് പൊളിറ്റിക്സിന്റെ ഭാഗമാണ്. അതുമായി മുമ്പോട്ട്. അതിനോടൊപ്പം തന്നെ ഇപ്പോൾ നിങ്ങൾ സൂചിപ്പിക്കുന്ന ഈ പറയുന്ന പ്രൈവറ്റ് ബസ് ഓണേഴ്സിന്റെ ആശങ്ക സർക്കാരിന്റെ മുമ്പിൽ ഉണ്ട്. അത് പരിഗണിക്കാതെ പോവില്ല. സാധാരണ സർക്കാരുകൾ എന്താ ചെയ്യുക? ഞങ്ങളൊരു പദ്ധതി പ്രഖ്യാപിച്ചു, അതുകൊണ്ട് ഞങ്ങൾ മുമ്പോട്ട് പോകുന്നു. അതിലിപ്പോ എന്ത് കോസ്റ്റ് ഉണ്ടായാലും, സോഷ്യൽ കോസ്റ്റോ എക്കണോമിക് കോസ്റ്റോ ഉണ്ടായിക്കോട്ടെ, അത് നിങ്ങൾ സഹിച്ചോളൂ എന്നാണ് പല സംസ്ഥാനങ്ങളിലും പറഞ്ഞ് നമ്മൾ കണ്ടിരിക്കുന്നത്. പക്ഷെ കേരളത്തിൽ എന്താ ഉണ്ടാവുന്നത്? ഞങ്ങൾ പ്രൈവറ്റ് ബസ് ഓണേഴ്സിന്റെ ആശങ്ക കേൾക്കാൻ വേണ്ടി മന്ത്രിതലത്തിലുള്ള ചർച്ച നടത്തി കഴിഞ്ഞു. ഇനി ആ വിഷയത്തിൽ പ്രിയദർശിനി മൂലം നഷ്ടമുണ്ടായിരിക്കുന്നവർ അവരെ കോമ്പൻസേറ്റ് ചെയ്യും. അതിന്റെ ആദ്യത്തെ ഘട്ടമാണ് ഇപ്പോ ഈ പറയുന്ന ഡെലിവറി വെഹിക്കിളായി പ്രൈവറ്റ് ബസ്സിനെ മാറ്റാനുള്ള സാഹചര്യം ഒരുക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഈ പറയുന്ന പരസ്യം അവർക്ക് ബസ്സിനുള്ളിൽ മാത്രമല്ല വെളിയിലും പ്രദർശിപ്പിക്കാനുള്ള അനുമതി കൊടുക്കുന്നു. 3 മാസത്തെ ടാക്സിൽ വെയ്വ് ചെയ്യുന്നു. അങ്ങനെ ആദ്യ ബഡ്ജറ്റിലാണെന്ന് നോക്കണം. അങ്ങനെ ആദ്യഘട്ടത്തിൽ, പ്രാരംഭഘട്ടത്തിൽ അവരെ സഹായിക്കാൻ പറ്റുന്ന നടപടികൾ എടുത്തു കഴിഞ്ഞു. ഇനി അടുത്ത ഘട്ടത്തിൽ എങ്ങനെയാണ് ചെയ്യാൻ പറ്റുക? ഇതിപ്പോ ഇൻ ജനറൽ ആണ് ചെയ്തു കൊടുത്തിരിക്കുന്നത്. ഇനി പ്രിയദർശിനി മൂലം നഷ്ടമുണ്ടായവർ അവരെ സ്പെസിഫൈ ചെയ്യണം. മന്ത്രി പറഞ്ഞത് പോലെ തന്നെ പ്രിയദർശിനി മൂലം ഓട്ടത്തിൽ നഷ്ടമുണ്ടായിരിക്കുന്ന, കളക്ഷനിൽ നഷ്ടമുണ്ടായിരിക്കുന്ന ബസ് ഓണേഴ്സിനെ ഐഡന്റിഫൈ ചെയ്ത് അവർക്ക് എങ്ങനെയാണ് അവരുടെ ഈ പറയുന്ന ബുദ്ധിമുട്ടിനെ, ഈ പറയുന്ന എക്കണോമിക്കൽ ബേർഡനെ കുറച്ചു കൊടുക്കാൻ പറ്റുക എന്ന് സർക്കാർ പഠിക്കും. അവരെ കൂടി വിശ്വാസത്തിൽ എടുത്തുകൊണ്ടായിരിക്കും ഈ പദ്ധതിയുമായിട്ട് പ്രിയദർശിനി പദ്ധതി വളരെ ഹാപ്പിയായി സ്വീകരിക്കപ്പെടുമ്പോൾ സ്വകാര്യ ബസ് മേഖലയിൽ ഇപ്പോൾ ഈ പ്രിയദർശിനി ബസ് സർവീസ് നടക്കുന്ന എല്ലായിടത്തും സ്വകാര്യ ബസ്സുകൾ വലിയ പ്രതിസന്ധിയിലൊന്നല്ല. സ്വകാര്യ ബസ് മേഖല
മേഖല നേരത്തെ തന്നെ വലിയ പ്രതിസന്ധിയിലാണ്. ഇന്ധന ചാർജ് വർധന അടക്കം പല ഘട്ടങ്ങളിലും പല പ്രതിസന്ധിയും നേരിട്ടുകൊണ്ടാണ് ഇപ്പോൾ പലയിടത്തും ആ സർവീസിൻ്റെ എണ്ണം വളരെ കുറഞ്ഞു വരുന്നുണ്ട്. പ്രിയദർശിനി വന്നപ്പോൾ ചില മേഖലയിൽ വലിയ തോതിൽ പ്രതിസന്ധി ഉണ്ടായെന്ന റിപ്പോർട്ടുകൾ നമ്മൾ കഴിഞ്ഞ ദിവസം കൊടുത്തതുമാണ്. ശ്രീ ടി ഗോപിനാഥൻ നമുക്കുണ്ട്. ശ്രീ ഗോപിനാഥൻ, അങ്ങയുടെ സംഘടനയെ പ്രതികരിച്ച് അങ്ങേക്ക് ഏത് പോയിന്റിലേക്ക് എത്തിച്ചേരാൻ കഴിയും? ഇപ്പോൾ ഒരു പദ്ധതി നടപ്പാക്കി, അതങ്ങനെ നടക്കുന്നു. സ്വകാര്യ ബസ്സുകൾ എന്താണ് എന്ന് വെച്ചാൽ അങ്ങനെ പോകട്ടെ എന്നൊരു നയമല്ലല്ലോ. ഇപ്പോൾ അക്കാര്യങ്ങളിൽ പരിഹാരമുണ്ടാകുമെന്ന് കഴിഞ്ഞ ദിവസം ഗതാഗത മന്ത്രി ഉൾപ്പെടെ വ്യക്തമാക്കുകയും സർക്കാർ ആ ദിശയിൽ പഠനം നടത്തുന്നു എന്ന വിവരങ്ങൾ പുറത്തു വരികയും ഒക്കെ ചെയ്താണല്ലോ. അപ്പോൾ നിങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ആശങ്കയും നിർദ്ദേശവും ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന പ്രതിസന്ധിയും അത് പരിഹരിക്കപ്പെടും വേഗത്തിൽ എന്നൊരു പ്രതീക്ഷ ഉണ്ടോ ഈ ഒരു മാസത്തിലേക്ക് ഈ പദ്ധതി പ്രഖ്യാപിച്ചെത്തുമ്പോൾ? പ്രിയദർശിനി പ്രിയമായി പോയി എന്ന് പറയുന്ന നിങ്ങളുടെ മാധ്യമങ്ങളുടെ റിപ്പോർട്ട് ശരിയാണ്. അത് പ്രിയമായിട്ട് തന്നെയാണ്. ജനങ്ങൾക്ക് സൗജന്യമായിട്ട് യാത്രാ സൗജന്യം അനുവദിച്ചു കൊടുത്തത് ജനങ്ങൾക്ക് വളരെ പ്രിയകരമായിട്ടുള്ള കാര്യം തന്നെയാണ്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് ഉപജീവനം നടത്തുന്ന സ്വകാര്യ ബസ് മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് ഉപജീവനം നടത്തുന്ന നമ്മുടെ നാട്ടിലെ 70% യാത്രക്കാരെയും അവരുടെ യാത്രാവശ്യങ്ങൾ ചുരുങ്ങിയ നിലയിൽ നിറവേറ്റി കൊടുക്കുന്ന സംസ്ഥാനത്തെ ബഹുഭൂരിപക്ഷം വിദ്യാർത്ഥികളും യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന കാലങ്ങളായിട്ട് ജനങ്ങളുടെ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നായി നിലനിൽക്കുന്ന സ്വകാര്യ ബസ് വ്യവസായത്തിന്റെ ഇന്നത്തെ സ്ഥിതി 30 ദിവസമായി എന്ന് പറഞ്ഞാൽ 30 ദിവസമായി ഈ പ്രിയമായ 30 ദിവസത്തിനിടയ്ക്ക് ഞങ്ങളുടെ സ്വകാര്യ ബസ്സിനുണ്ടായ നഷ്ടം ഞങ്ങളുടെ ഒരു ചെറിയ കണക്ക് പ്രകാരം 80 കോടിയിലധികം രൂപ സ്വകാര്യ ബസ് ഉടമകൾക്ക് ലഭിക്കേണ്ട പണമാണ് നഷ്ടമായിരിക്കുന്നത്. 30 ദിവസം കഴിഞ്ഞു. ഇപ്പൊ ബഹുമാനപ്പെട്ട മന്ത്രി നടത്തിയ ചർച്ചയിൽ ഞാൻ പങ്കെടുത്ത ആളാണ്. ഇനി 45 ദിവസം ഈ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം ഇനി നോട്ടിഫിക്കേഷൻ ഇതുവരെ ഇറങ്ങിയിട്ടില്ല. പുതിയ കമ്മിറ്റി വെച്ച് നോട്ടിഫിക്കേഷൻ ഇറങ്ങിക്കഴിഞ്ഞ് 45 ദിവസത്തിനുള്ളിൽ ഒരു തീരുമാനം എടുക്കുമെന്നാണ് ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞ ചർച്ചയിൽ ഞാൻ പങ്കെടുത്ത ആളാണ്. അദ്ദേഹം ടിക്കറ്റ് ഇതര വരുമാനങ്ങൾ വർദ്ധിപ്പിക്കേണ്ട കാര്യം അവിടെ ഞങ്ങളുടെ ചർച്ചയിൽ പറഞ്ഞു. ടിക്കറ്റ് ഇതര വരുമാനം എന്ന് പറഞ്ഞാൽ പരസ്യമൊക്കെ എത്രത്തോളം ബസ്സുകളിൽ എത്ര പരസ്യം കൊണ്ടൊക്കെ ഞങ്ങളുടെ നഷ്ടം എത്രത്തോളം കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യമൊക്കെ ഞങ്ങളൊരു പഠനം നടത്തിയതൊന്നും അതൊന്നും സ്വകാര്യ ബസ് വ്യവസായത്തിന്റെ നഷ്ടത്തിന് പരിഹാരം കാണാവുന്ന ഒരു കാര്യമായിട്ട് ഞങ്ങൾക്ക് തോന്നിയില്ല. ഇവിടെ നേരത്തെ പറഞ്ഞ അതുമാതിരി കൊറിയർ സർവീസ്, പാസർ സർവീസ് എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങളൊന്നും ഇതൊന്നും സ്വകാര്യ ബസ് ഉടമകളുടെ നിലവിലുള്ള നഷ്ടം നികത്താൻ കഴിയുന്ന ഒരു കാര്യമായിട്ട് ഒരിക്കലും നമുക്ക് കാണാൻ കഴിയില്ല. ഈ പ്രിയദർശിനി പ്രിയമായിട്ട് പറയുമ്പോൾ ഇതിൽ ജോലി ചെയ്യുന്ന ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഉപയോഗിക്കുന്ന 15,000 ബസ് ഉടമകളും ഇതിൽ ജോലി ചെയ്യുന്ന ഏതാണ്ട് 50,000-ഓളം വരുന്ന തൊഴിലാളികളും പരസ്യമായിട്ട് ജോലി ചെയ്യുന്ന ഇതിന്റെ പരോക്ഷമായിട്ട് ജോലി ചെയ്യുന്ന മറ്റു 50,000 തൊഴിലാളികളും അവരുടെ കുടുംബാംഗങ്ങളും ഉൾപ്പെടെ 2 ലക്ഷത്തിലധികം ആളുകൾക്ക് ഇത് അല്പം പോലും പ്രിയമായിട്ട് തോന്നുന്നില്ല. ഇനി അടുത്ത 45 ദിവസം കൂടി കഴിയുമ്പോഴേക്കും ഇപ്പൊ തന്നെ സംസ്ഥാനത്ത് 30% ബസ്സുകളും വെന്റിലേറ്ററിലാണ്. ഇനിയിപ്പോ ഓണമാണ് വരാൻ പോണം. തൊഴിലാളികൾക്ക് ശമ്പളം കൊടുക്കാൻ കഴിയുന്നില്ല. അവർക്കിപ്പോ ബോണസ് കൊടുക്കേണ്ട സമയമാണ്. ഓണത്തിന് ഞങ്ങൾ അവർക്ക് സാധാരണ ബോണസ് കൊടുക്കുന്ന സമയമാണ്. തൊഴിലാളികൾ 200-300 രൂപയൊക്കെ ശമ്പളം എടുത്തുകൊണ്ട് പലരും ഇന്നിപ്പോ അവര് ജോലി കഴിഞ്ഞ അവസാനം പോകുന്നു. ഇപ്പൊ അവരുടെ കഴിഞ്ഞ 13-ാം തീയതി ചർച്ചയിലും മന്ത്രിയുടെ ചർച്ചയിലെ ഒരു പ്രതീക്ഷയിലായിരുന്നു ഞങ്ങൾ പലരും ബസ് ഓടിച്ചത്. ബസ്സുകൾ ദിനം പ്രതി കയറ്റിയിട്ടുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് കണക്കിലെടുത്താൽ മനസ്സിലാവും. പല ബസ്സുകളും ദിവസം ട്രിപ്പ് കംപ്ലീറ്റ് ഓടാൻ കഴിയാത്ത സ്ഥിതി നിൽക്കുക. ഈ ഒരു സാഹചര്യത്തില് ഇതിങ്ങനെ നീണ്ടുപോയ ഈ പറയുന്ന കേവലം ടിക്കറ്റ് ഇതര വരുമാനവും പരസ്യത്തിൽ നിന്നും അതുപോലെ തന്നെ ഈ കൊറിയർ ചെയ്ത് കിട്ടുന്ന വരുമാനം കൊണ്ടൊന്നും ഈ ബസ് മേഖല രക്ഷപ്പെടില്ല. പിന്നെ 50% നികുതി കുറച്ചെന്ന കാര്യം പറഞ്ഞു. 50% നികുതി കുറച്ചത് വളരെ 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 ഗവൺമെന്റ് ചെയ്യാവുന്നതിന്റെ പരമാവധി കാര്യമാണെന്നൊക്കെ സമ്മതിക്കാമെങ്കിലും ഒരു ഉടമയ്ക്ക് കിട്ടുന്നത് 100-120 രൂപയുടെ കുറവാണ് ഒരു ദിവസം കിട്ടുന്നത്. അല്ല, ഇപ്പോൾ കഴിഞ്ഞ കുറച്ചു കാലത്തെ കേരളത്തിന്റെ ചരിത്രമാകെ പരിശോധിച്ചാൽ സ്വകാര്യ ബസ്സുകളുടെ എണ്ണം കുറഞ്ഞു വരികയാണ്. പലവിധ പ്രതിസന്ധി നേരത്തെ തന്നെ സ്വകാര്യ ബസ് മേഖലയുണ്ട്. അതേസമയം തന്നെ താങ്കൾ പറഞ്ഞതുപോലെ അതിന്റെ ആ ഗൗരവം വളരെ വലുതാണ്. കേരളത്തിന്റെ പല ഗ്രാമങ്ങളും വികസിച്ച് വരുന്ന ഘട്ടത്തിൽ സ്വകാര്യ ബസ്സുകൾ അവിടുത്തെ ഒരു നാടീഞരമ്പായി പുറത്തുണ്ട്. ഇപ്പോഴും പലയിടങ്ങളെയും ബന്ധിപ്പിക്കുന്ന സ്വകാര്യ ബസ് ലോക്കൽ സർവീസുകൾ തന്നെയാണെന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ നിങ്ങൾ വയ്ക്കുന്ന ബദൽ നിർദ്ദേശം എന്താണ്? അക്കാര്യത്തിൽ സർക്കാരിന്റെ പ്രതികരണം എന്താണ്? സ്വകാര്യ ബസ്സുകളുടെ പ്രശ്നം പരിഹരിക്കും എന്ന സർക്കാരിന്റെ ഉറപ്പ് അത് യാഥാർത്ഥ്യബോധമില്ലാത്തതാണ് എന്ന ആരോപണം അങ്ങേക്കുണ്ടോ? അത് ഞങ്ങളങ്ങനെ സർക്കാരിനെ അക്കാര്യത്തിൽ ഞങ്ങളിപ്പോ ഇന്നത്തെ നിലവിലുള്ള മുഖ്യമന്ത്രിനെ ഞങ്ങളുടെ ഈ മുഖ്യമന്ത്രി അധികാരത്തിൽ വരുന്നതിന് മുമ്പ് ഞങ്ങൾ കണ്ടതാണ്. പ്രതിപക്ഷ നേതാവ് നിലയിലും ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു. അതിനുശേഷം മുഖ്യമന്ത്രി ആയതിനു ശേഷം ഞങ്ങൾ അദ്ദേഹത്തിനെ കണ്ടിരുന്നു. അപ്പൊ ഗവൺമെന്റ് പറയുന്ന നിർദ്ദേശങ്ങൾ ഒന്നും ഈ വ്യവസായം നിലവിൽ അദ്ദേഹം പറഞ്ഞ മുഴുവൻ നിർദ്ദേശങ്ങളും നമുക്ക് ഈ വ്യവസായം സംരക്ഷിക്കപ്പെടാൻ കഴിയുന്നതായിട്ട് ഞങ്ങൾക്ക് തോന്നിയില്ല. പക്ഷെ ഞങ്ങൾ അദ്ദേഹം നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഇതിലെ പ്രിയദർശിനി സർവീസ് കൊണ്ട് എത്രത്തോളം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു, അതിന് പഠനം നടത്തി ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞ ആ പ്രതീക്ഷയിലാണ് നിൽക്കുന്നത്. ഞങ്ങൾ പറയുന്ന ഒരു വിഭാഗം ജനങ്ങൾ സൗജന്യമായിട്ട് യാത്ര ചെയ്യുമ്പോൾ അതിനോട് കൂടി തന്നെ സർവീസ് നടത്തുന്ന മറ്റൊരു വിഭാഗം
ഇവിടെ പണം വാങ്ങി യാത്ര ചെയ്യേണ്ട സ്ഥിതി വന്നാൽ യാത്രക്കാർ സ്വാഭാവികമായിട്ടും ആ ഫ്രീ കിട്ടുന്നതിലല്ലേ പോകുള്ളൂ. അപ്പൊ ഞങ്ങൾ പറയുന്നത് ഇവിടെ ഈ KSRTC യുടെ നേരത്തെ സൂചിപ്പിച്ച 3125 ബസ് അത്രയും ബസ് സർവീസ് നടത്തുന്നത് നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. എന്തായാലും KSRTC 3125 ബസ്സും ഞങ്ങളുടെ 11,936 ബസ്സും ആകുമ്പോൾ കേവലം 75% ഞങ്ങൾ തന്നെയാണ്, സ്വകാര്യ ബസ്സുകൾ തമ്മിലാണ് ഇവരുടെ യാത്രാ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുന്നത്. അപ്പൊ 25% സ്ത്രീകൾക്ക് മാത്രമേ ഇതിന്റെ സൗകര്യങ്ങൾ ലഭിക്കുന്നുള്ളൂ. ഇനി ഞങ്ങളുടെ പകുതി യാത്രക്കാർ അതിൽ പോകുമ്പോൾ 50% യാത്രക്കാർക്ക് 50% സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ലഭിക്കുന്നുള്ളൂ. ഞങ്ങൾ പറയുന്നത് സംസ്ഥാനത്തെ മുഴുവൻ സ്ത്രീകൾക്കും സർക്കാർ വലിയൊരു വിപ്ലവാത്മകമായിട്ടുള്ള തീരുമാനമെടുത്ത സാഹചര്യത്തിൽ സംസ്ഥാനത്ത് യാത്ര ചെയ്യുന്ന സ്ത്രീകളുടെ യാത്രാ സൗജന്യങ്ങളിൽ ഇത്രയുമധികം ഇത് കാണിക്കുന്ന സർക്കാർ സംസ്ഥാനത്തെ മുഴുവൻ സ്ത്രീകൾക്കും യാത്രാ സൗജന്യം ലഭിക്കുന്ന തരത്തിൽ സ്വകാര്യ ബസ്സുകൾ കയറുന്ന സ്ത്രീകൾക്കും സൗജന്യ യാത്ര അനുഭവിക്കാവുന്ന സാഹചര്യം ഉണ്ടാക്കണം. ഞങ്ങൾക്ക് സീറോ സ്വകാര്യ ബസ്സുകളിലും സൗജന്യ യാത്ര അനുവദിക്കണം. അങ്ങനെ അതിന്റെ പണം സ്വകാര്യ ബസ് ഉടമകൾക്ക് സർക്കാർ നൽകണം എന്നൊരു പാറ്റേൺ പുതിയ നിർദ്ദേശമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. വസന്ത്, ഇപ്പോൾ പ്രിയദർശിനി സർവീസുമായി ബന്ധപ്പെട്ട് വലിയ ആക്ഷേപങ്ങളൊന്നുമില്ല. ആദ്യഘട്ടത്തിൽ ഇത് പറഞ്ഞതൊന്നും ചെയ്തില്ലല്ലോ എന്നൊക്കെ പറഞ്ഞെങ്കിലും സ്ത്രീകളുടെ വർദ്ധിച്ചു വരുന്ന എണ്ണം, യാത്ര ചെയ്യുന്ന ആളുകളുടെ ഓരോ ദിവസത്തെയും എണ്ണവും അതിന്റെ കണക്കും വരുമ്പോൾ എത്രത്തോളം ആളുകൾക്ക് സ്വീകാര്യമായി എന്നൊക്കെ വ്യക്തമാകുന്നുണ്ട്. സ്വകാര്യ ബസ് ഉടമകളുമായി ബന്ധപ്പെട്ടും ബസ്സുകളിലെ ജീവനക്കാരുമായി ബന്ധപ്പെട്ടും ചില പ്രശ്നങ്ങൾ നിൽക്കുന്നുണ്ട്. അക്കാര്യം പരിഗണിക്കുകയാണ്. അക്കാര്യത്തിൽ വേഗത്തിലൊരു തീരുമാനം ഉണ്ടാകേണ്ടത് അനിവാര്യമല്ലേ? അതേസമയം തന്നെ ആ പ്രശ്നം നിൽക്കുമ്പോഴും ഈ പദ്ധതിയുടെ ഗ്രേസ് കുറച്ച് കാണാനും കഴിയില്ലല്ലോ. ഏത് നിലയിലായിരിക്കും ഈ പദ്ധതി ഇനി വിപുലീകരിക്കുക? നോക്കൂ ശ്രീ രതീഷ്, ഇപ്പൊ അദ്ദേഹം തന്നെ പറഞ്ഞത് 25% സ്ത്രീകൾ മാത്രമാണ് പ്രിയദർശിനിയിൽ യാത്ര ചെയ്യുന്നത് എന്ന് അദ്ദേഹത്തിന്റെ വാദം കണക്കിലെടുത്താൽ, ഞാൻ ഇപ്പൊ അദ്ദേഹത്തെ ഖണ്ഡിക്കാനല്ല, എന്നാലും അദ്ദേഹത്തിന്റെ വാദം കണക്കിലെടുത്താൽ അപ്പൊ പ്രിയദർശിനി സർവീസ് കൊണ്ട് വലിയ നഷ്ടമൊന്നും സ്വകാര്യ ബസ്സുകൾക്ക് ഉണ്ടായിട്ടില്ല. ഇപ്പൊ അദ്ദേഹം പറയുന്ന നഷ്ടങ്ങൾ അതുകൊണ്ടല്ല എന്ന് വേണം നമുക്ക് മാനിക്കാൻ. 25% സ്ത്രീകളെ പ്രിയദർശിനിയിൽ യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ ബാക്കി 75% പ്രൈവറ്റ് മേഖലയിലാണല്ലോ. അപ്പൊ അദ്ദേഹം പറയുന്നത് 3100 ബസ്സുകൾ KSRTC ഓടിക്കുമ്പോൾ 12,000 ഞങ്ങൾ ഓടിക്കുന്നു എന്ന് പറയുമ്പോൾ 3100ന്റെ 12,000 ഓടിക്കുന്നവരുടെ ഇതിനെ ഈ പറയുന്ന സർവീസിനെ അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന കച്ചവടത്തെ, അങ്ങനെ തന്നെ പറയാം, അവർക്ക് കിട്ടുന്ന ബിസിനസ്സിനെ പ്രിയദർശിനി അങ്ങ് ഹടാകർഷിച്ചു കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ വാദം, അദ്ദേഹത്തിന്റെ ഡേറ്റ കണക്കിലെടുത്താൽ നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. പക്ഷേ എന്തായാലും അക്കാര്യത്തിൽ ഇപ്പോൾ സർക്കാർ പഠിക്കുകയാണല്ലോ. അക്കാര്യത്തിൽ വളരെ പക്ഷേ നീണ്ടുപോകാൻ പാടില്ല. പഠനമെന്ന് നീണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത് എന്നുള്ള ആശങ്ക കൂടി തിരുവനന്തപുരം പങ്കുവയ്ക്കുന്നുണ്ട്. പക്ഷേ പ്രിയദർശിനി സർവീസ് എന്നത് വളരെ പ്രസ്റ്റീജിയസ് ആയ ഒരു പ്രഖ്യാപനമായിരുന്നു. നിരവധി വനിതകൾക്ക് അക്കാര്യത്തിൽ വലിയ ഗുണകരമായ സേവിങ്സ് ഉണ്ടാക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അല്ലെങ്കിൽ കടം വാങ്ങിക്കേണ്ട അവസ്ഥയിൽ നിന്ന് അല്പം മാറ്റം, ഒരു 3000 രൂപയൊക്കെ വരെ മാസം കുറവ് വരുത്താൻ, കുടുംബ ബജറ്റിൽ കുറവ് വരുത്താൻ സ്ത്രീകൾക്ക് ഈ സർവീസ് മൂലം കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല സ്ത്രീകളുടെ യാത്രക്കാരുടെ എണ്ണവും വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നന്ദി ഇരുവർക്കും.